ഇന്ന് 2026 ജൂൺ മാസം 16-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, 2027 നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സെൽഫ് എന്യൂമറേഷൻ അത് ഇന്ന് ജൂൺ 16 മുതൽ ആരംഭിക്കുകയാണ്. സെൻസസ് പോർട്ടലിൽ ഇന്ന് മുതൽ 15 ദിവസത്തേക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് സ്വയം രേഖപ്പെടുത്താവുന്നതാണ്. എന്യൂമറേറ്റർമാർ വീടുകളിലെത്തിയുള്ള കണക്കെടുപ്പ് അത് ജൂലൈ 1 മുതൽ 30 വരെയായിരിക്കും ഉണ്ടാവുക. നിലവിൽ എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് അവിടുത്തെ വിവരങ്ങളാണ് ജനസംഖ്യ കണക്കെടുപ്പിൻ്റെ ഭാഗമായിട്ട് കൈമാറേണ്ടത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നടക്കുന്ന 8ാമത്തെ ജനസംഖ്യ കണക്കെടുപ്പിനാണ് ഇന്ന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. സെൻസസ് ചരിത്രത്തിൽ ആദ്യമായാണ് ഡിജിറ്റൽ സംവിധാനം വഴി വിവരങ്ങളൊക്കെ ചേർക്കാനായിട്ട് അവസരം ലഭിക്കുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി വിവരങ്ങൾ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തുമ്പോൾ വിവരങ്ങൾ കൈമാറാൻ സാധിക്കും. എന്നാൽ അടഞ്ഞുകിടക്കുന്ന വീടുകളുടെയും പ്രവാസികളുടെയും ഒക്കെ തന്നെ വിവരങ്ങൾ ഈ ജനസംഖ്യാ കണക്കെടുപ്പിൽ ഉൾപ്പെടില്ല. നിലവിലെ താമസ സ്ഥലത്തെ വിവരങ്ങൾ മാത്രമായിരിക്കും എന്യൂമറേറ്റർമാർ ശേഖരിക്കുക. സെൻസസ് വിവര ശേഖരണത്തിനായിട്ട് 61,282 എന്യൂമറേറ്റർമാരെയും 10,189 സൂപ്പർവൈസർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. എന്യൂമറേറ്റർമാരായിട്ടുള്ള സ്കൂൾ, കോളേജ് അധ്യാപകർക്ക് ഡ്യൂട്ടി ക്രമീകരണം നൽകിയുള്ള തീരുമാനം വളരെ വൈകാതെ ഉണ്ടാകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, തദ്ദേശ വാർഡ് പുനർവിഭജനത്തിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലുള്ള പുതിയ വീട്ട് നമ്പറുകൾ ഉടൻ തന്നെ നിലവിൽ വരും. കെ സ്മാർട്ടിൻ്റെ സഹായത്തോടുകൂടി വീട്ട് നമ്പറുകൾ ഡിജിറ്റലായിട്ട് നൽകി തുടങ്ങിയിട്ടുണ്ട്. ഒരു മാസത്തിനകം സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും പുതിയ വീട്ട് നമ്പർ പ്രകാരം നികുതി അടയ്ക്കൽ ഉൾപ്പെടെയുള്ള സേവനങ്ങളൊക്കെ തന്നെ ലഭ്യമാകും. 2025 ജൂലൈയിൽ പുനർവിഭജന നടപടികളൊക്കെ തന്നെ പൂർത്തിയായിരുന്നെങ്കിലും പുതിയ വീട്ട് നമ്പറുകൾ നൽകിയിരുന്നില്ല. പ്രത്യേക സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ പഴയ നമ്പറുകൾ പോർട്ട് ചെയ്താണ് കെ സ്മാർട്ടിൽ പുതിയ വീട്ട് നമ്പറായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ചില പഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളിലും പുതിയ വീട്ട് നമ്പർ ഡിജിറ്റലായിട്ട് അനുവദിച്ചിരുന്നു. ഇതിനുശേഷമാണ് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും പുതിയ നമ്പർ അനുവദിക്കാൻ നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇനി മുതൽ പുതിയ വീട് നിർമ്മിക്കുന്നവർക്കും തൊട്ടടുത്ത വീടിൻ്റെ തുടർച്ചയായുള്ള വീട്ട് നമ്പർ തന്നെ ലഭിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചില ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായിട്ടും സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി, അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ വലിയ ആശ്വാസമേകുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് തുടങ്ങിയ ധനസഹായങ്ങളുടെയൊക്കെ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ തുക നിലവിൽ ഇപ്പോൾ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാതെ കുടിശ്ശികയായി കിടക്കുകയാണ്. ഇക്കഴിഞ്ഞ 2 ഗഡുക്കളുടെയും തുക കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിനായിട്ട് ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ അവരുടെ ഭാഗത്തുനിന്നുള്ള നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി ധനവകുപ്പിലേക്ക് ഫയലുകൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും സാമ്പത്തിക അനുമതി ലഭിക്കാത്തതിനാൽ ആ ഫയലുകളെല്ലാം തന്നെ ഇപ്പോൾ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. ഈ ആനുകൂല്യങ്ങൾ അത് മുൻപത്തെ പോലെ തന്നെ തുടർന്ന് പോകേണ്ടതുണ്ടോ, അതോ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തണോ? ഇക്കാര്യത്തിലൊക്കെ വരാൻ പോകുന്ന ജൂൺ മാസം 19-ാം തീയതിയിലെ സംസ്ഥാന ബജറ്റിൽ മാത്രമേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അന്തിമവും ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും അതോടൊപ്പം തന്നെ എല്ലാ പ്രൊസീജിയറുകളും പൂർത്തിയാക്കി പുതിയ അപ്രൂവലുകൾക്കായിട്ട് കാത്തിരിക്കുന്നവരുമായിട്ടുള്ള മുഴുവൻ ആളുകളും ഈ ഒരു കാര്യം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പുതിയ ഗവൺമെൻറ് ഈ ജനക്ഷേമ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കുകയാണോ അതോ ചില മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തമായ ഒരു തീരുമാനം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. നിലവിൽ ഈ പദ്ധതികളെല്ലാം തന്നെ പൂർണ്ണമായ ഒരു അനിശ്ചിതാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് ഈ ധനസഹായങ്ങളൊന്നും തന്നെ ഇപ്പോൾ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതല്ല. എന്നാൽ ഈ വരാൻ പോകുന്ന ജൂൺ 19-ാം തീയതിയിലെ അവലോകന യോഗത്തിൽ, സംസ്ഥാന ബജറ്റ് യോഗത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അനുകൂലമായിട്ടുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന കുടിശ്ശിക തുകകളൊക്കെ തന്നെ എത്രയും വേഗം പുനഃസ്ഥാപിക്കപ്പെടുകയും പുതിയ അപ്രൂവലുകൾക്കായിട്ട് അപേക്ഷ സമർപ്പിച്ച് കാത്തു നിൽക്കുന്നവർക്ക് അതെല്ലാം തന്നെ മുൻഗണനാക്രമത്തിൽ അനുവദിച്ച് നൽകുകയും ചെയ്യുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഡിജിറ്റൽ യുഗത്തിൽ സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ വളരുമ്പോൾ അതിനൊപ്പം തന്നെ സൈബർ തട്ടിപ്പുകാരും പുതിയ വഴികളൊക്കെ തന്നെ ഇപ്പോൾ തേടുകയാണ്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ എന്നിവ വഴി മലയാളികളെ ലക്ഷ്യമിട്ട് നടത്തുന്ന പുതിയതരം വീഡിയോ കോൾ ബ്ലാക്ക് മെയിലിംഗ് തട്ടിപ്പുകൾക്കെതിരെ ശക്തമായ ജാഗ്രത നിർദ്ദേശവുമായിട്ട് കേരള പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട്. അപരിചിതരിൽ നിന്നൊക്കെ തന്നെ വരുന്ന ഇത്തരം കോളുകളോട് കൃത്യമായ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടവും മാനഹാനിയും നേരിടേണ്ടി വരുമെന്നാണ് സൈബർ സെല്ല് വ്യക്തമാക്കുന്നത്. നിങ്ങൾക്ക് വരുന്ന അപരിചിതമായിട്ടുള്ള വീഡിയോ കോൾ അറ്റൻഡ് ചെയ്താൽ മറുവശത്ത് പെട്ടെന്നൊരു അശ്ലീല വീഡിയോ പ്രത്യക്ഷപ്പെടുകയും ഈ സമയത്ത് വിൻഡോ സ്ക്രീനിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളുടെ മുഖം ഉൾപ്പെടെ തട്ടിപ്പുകാർ റെക്കോർഡ് ചെയ്തെടുക്കുകയും ചെയ്യുന്നതാണ്.
തുടർന്ന് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയൊക്കെ തന്നെ അയച്ചു കൊടുക്കുമെന്നൊക്കെ സമൂഹ മാധ്യമങ്ങളെ പരസ്യപ്പെടുത്തുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് ഇവർ ഈ പണം ആവശ്യപ്പെടുന്നത്. മാനഹാനി ഭയന്ന് പലരും പണം നൽകുമെങ്കിലും ഒരിക്കൽ പണം നൽകിയാലും ഇവരുടെ ഭീഷണി അവസാനിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ തട്ടിപ്പുകാർ നമ്മുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയുള്ള വ്യക്തിഗത വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർണ്ണമായും കൈവശപ്പെടുത്തിയിട്ടാകും ഈ കെണി ഒരുക്കുന്നത് എന്നതിനാൽ തന്നെ അബദ്ധം പറ്റിയതിനു ശേഷം തട്ടിപ്പുകാരെ ബ്ലോക്ക് ചെയ്തതുകൊണ്ടോ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തതുകൊണ്ടോ യാതൊരു ഫലവുമില്ല. കാരണം നമ്മുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ വിവരങ്ങൾ ഇതിനോടകം തന്നെ അവർ ശേഖരിച്ചിട്ടുണ്ടാകും. അതിനാൽ ഇത്തരം ഭീഷണികളൊക്കെ നേരിടേണ്ടി വന്നാൽ ഒട്ടും മടിക്കാതെ ഉടൻ തന്നെ 1930 എന്ന കേന്ദ്രീകൃത സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിലോ അല്ലെങ്കിൽ www.cybercrime.gov.in എന്ന ഔദ്യോഗിക സൈബർ ക്രൈം പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് പരാതി രജിസ്റ്റർ ചെയ്തുകൊണ്ട് സൈബർ പോലീസിൻ്റെ സഹായം തേടാവുന്നതാണ്. നിങ്ങളുടെ വിവരങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും രഹസ്യമായി തന്നെ സൂക്ഷിച്ചുകൊണ്ട് തന്നെ പോലീസ് ഇതിനെതിരെ അടിയന്തര നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഈ വരുന്ന ജൂൺ മാസം 19 സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വർഷത്തെ പെൻഷൻ വിതരണത്തെക്കുറിച്ചും പുതിയ പരിഷ്കാരങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ ബജറ്റിന് ശേഷം മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. നിലവിൽ 2000 രൂപയാണ് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ആനുകൂല്യമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തുക ഒറ്റയടിക്ക് 3000 രൂപയാക്കി ഉയർത്താനുള്ള സാധ്യത കുറവാണെങ്കിലും ഇത്തവണ ബജറ്റിൽ 200 രൂപയുടെയെങ്കിലും വർധനവ് വരുത്താൻ സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഭരണകാലാവധി പൂർത്തിയാകുമ്പോഴേക്കും ഘട്ടം ഘട്ടമായിട്ട് പെൻഷൻ തുക 3000 രൂപയിൽ എത്തിക്കുകയാണ് പുതിയ സർക്കാരിൻ്റെ ലക്ഷ്യം. സാധാരണയായിട്ട് എല്ലാ മാസത്തെയും അവസാന ആഴ്ചകളിലാണ് പെൻഷൻ തുക വിതരണം ചെയ്യാറുള്ളതെങ്കിലും ഇത്തവണ ബജറ്റിന് ശേഷം വരുന്ന ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളെ ആശ്രയിച്ചിരിക്കും സർക്കാർ വിതരണ കാര്യത്തിലൊക്കെ തന്നെ അന്തിമ തീരുമാനമെടുക്കുന്നത്. കൂടാതെ പുതിയ സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള തിരക്കുകളൊക്കെ കാരണം സാധാരണ ജൂൺ മാസത്തിൽ നടക്കാറുള്ള വാർഷിക മസ്റ്ററിങ് ഇത്തവണ 2-3 മാസമൊക്കെ വൈകി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലേക്ക് നീളാനും സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിലൊക്കെ തന്നെ ഉൾപ്പെടുന്ന വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവയൊക്കെ തന്നെ വാങ്ങുന്ന ഗുണഭോക്താക്കൾ അടിയന്തരമായി തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഇനിയും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, അതായത് പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അധികൃതർക്ക് മുന്നിൽ സമർപ്പിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പി സഹിതം എത്രയും വേഗം തന്നെ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഓഫീസുകളിൽ എത്തിക്കേണ്ടതാണ്. ജൂൺ മാസം 30 ഇതിൻ്റെ സമയപരിധി അവസാനിക്കും. ജൂലൈ മാസം ആരംഭിക്കുന്നതോടെ ഈ സർട്ടിഫിക്കറ്റ് നൽകാത്തവരുടെയൊക്കെ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ അത് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് റദ്ദാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങിയേക്കാം എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ് തുടരുകയാണ്. തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിലെ വർധനവിന് പിന്നാലെ ഇന്നലെ ജൂൺ 15 തിങ്കളാഴ്ചയും വില കുത്തനെ ഉയർന്നു. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 225 രൂപ വർദ്ധിച്ച് 13,890 രൂപയും പവന് 1,800 രൂപ വർദ്ധിച്ച് 1,11,120 രൂപയിലുമാണ് തിങ്കളാഴ്ചത്തെ വിപണി നിരക്ക് പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.